ഹായ് ഓൾ. എൻ്റെ ടോപ്പിക്ക് മൊഡ്യൂൾ 8 റിപ്രൊഡക്റ്റീവ് സിസ്റ്റം എംബ്രിയോജനിസിസ് ആൻഡ് മോർഫോജനിസിസിലെ രണ്ട് സെക്ഷനത്തെ ടോപ്പിക്കാണ് ഞാൻ ഡീൽ ചെയ്യുന്നത്. ദാറ്റ് ഈസ് 6.20 ആൻഡ് 6.21 ടോപ്പിക്സാണ് ഡീൽ ചെയ്യുന്നത്. അത് വരുന്നത് പോളിഎംബ്രോണി, പീഡോജനിസിസ്, വിവിപാരിറ്റി, ഒവിപാരിറ്റി, എക്ലൂഷൻ ആൻഡ് 6.21 പോസ്റ്റ് എംബ്രിയോണിക് ഡെവലപ്മെൻറ്റിലെ ഹാച്ചിങ്, ലാർവൽ ഡെവലപ്മെൻറ്റ് ആൻഡ് കൺട്രോൾ, പോളിഫീനിസം ആൻഡ് ഡയപ്പോസ് ആണ്. സോ ഫസ്റ്റ്ലി നമുക്ക് പോളിഎംബ്രോണി എന്താണെന്ന് നോക്കാം. Polyembryony is the development of multiple individuals from a single egg, and it occurs in 4 families of parasitic Hymenoptera, that is Braconidae, Encertidae, Platygastridae and Dryaenidae. അതായത് ഒരു സിംഗിൾ എഗ്ഗിൽ നിന്ന് വരുന്ന മൾട്ടിപ്പിൾ ഇൻഡിവിജ്വൽസിൻ്റെ ഡെവലപ്മെൻറ്റിനെ പറയുന്നതാണ് പോളിഎംബ്രിയോണി. അത് മെയിനായിട്ട് ഉണ്ടാവുന്നത് പാരസൈറ്റിക് ഹൈമനോപ്റ്ററയുടെ ഫാമിലീസിലാണ്. അപ്പോൾ ഈ ബ്രാക്കോണിഡെ, എൻസെർട്ടിഡെ, പ്ലാറ്റിഗാസ്ട്രിഡെ, ഡ്രൈനിഡെ എന്നൊക്കെ പറയുന്നത് വാസ്പിൻ്റെ ഫാമിലീസിൽ പറയുന്നതാണ് ഇവർ. ആൻഡ് സ്പൊറാഡിക് പോളിഎംബ്രിയോണി റെഫേഴ്സ് ടു ദി ഒക്കേഷണൽ ഫോർമേഷൻ ഓഫ് മോർ ദാൻ 1 എംബ്രിയോ പെർ എഗ്. ഒരു എഗ്ഗിൽ നിന്ന് ഒന്നിൽ കൂടുതൽ എംബ്രിയോ വരുന്ന ആക്സിഡൻ്റലായിട്ട് വരുന്ന ഒരു പോളിഎംബ്രിയോണിയുടെ ഒരു ടേമിന് പറയുന്നതാണ് സ്പൊറാഡിക് പോളിഎംബ്രിയോണി. അപ്പോൾ സ്പൊറാഡിക് മീൻസ് ആക്സിഡൻ്റലായിട്ട്. അത് സാധാരണ ഹ്യൂമൻസിൻ്റെ കേസിലായാലും മാമൽസ്, ഇൻസെക്ട്സിൻ്റെ കേസിലൊക്കെ ആണെങ്കിലും അതൊരു ലോ ഫ്രീക്വൻസിയിൽ സംഭവിക്കുന്ന ഒരു ഫിനോമിനയാണ് ഈ സ്പൊറാഡിക് പോളിഎംബ്രിയോണി. ആൻഡ് ദീസ് ഒക്കേഴ്സ് ഇൻ എ ഫ്യൂ ഗ്രൂപ്പ്സ് ഓഫ് ഇൻസെക്ട്സ് ആൻഡ് സെവറൽ അതർ എനിമൽസ് ഇൻക്ലൂഡിങ് ഹ്യൂമൻസ് ഹു ഒക്കേഷണലി ഗീവ് ബർത്ത് ടു ഐഡൻറ്റിക്കൽ ട്വിൻസ്. അപ്പോൾ ഹ്യൂമൻസിൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ ആക്സിഡൻ്റലായിട്ട് ഒരു ഐഡൻറ്റിക്കൽ ട്വിൻ ഉണ്ടാകുന്ന കേസ്, അതുപോലെ തന്നെ ഇൻസെക്ട്സിൻ്റെ കേസിലും മാമൽസിൻ്റെ കേസിലും എല്ലാത്തിലും ഇത് വരുന്നൊരു സംഭവമാണ് ഈ സ്പൊറാഡിക് പോളിഎംബ്രിയോണി. And polyembryony is best known in the encerted Copidosoma floridinum, which parasite is Pleusin-moss, that example Trichoplusia. അപ്പോൾ ഈ എൻസെർട്ടഡ് കോപ്പിഡോസോമ ഫ്ലോറിഡിനം എന്ന് പറയുന്നത് എൻസെർട്ടഡ് ഒരു ഫാമിലിയാണ്. അപ്പോൾ അതിൽ വരുന്ന ഒരു വാസ്പാണ് ഈ കോപ്പിഡോസോമ ഫ്ലോറിഡിനം. അത് പ്ലൂസിൻ മോത്തിനെയാണ് പാരസൈറ്റ് ചെയ്യുക. അപ്പോൾ ട്രൈക്കോപ്ലൂസിയ എന്ന് പറഞ്ഞത് ഒരു നൊക്ട്യൂഡെ ഫാമിലിയിൽ വരുന്ന ഒരു മോത്താണ്. Development of C. floridanum and other polyembryonic wasps consists of 3 major phases, that is known as early cleavage, proliferation and morphogenesis. അപ്പോൾ ഈ പോളിഎംബ്രിയോണി സാധാരണ വാസ്പിലായിരിക്കും ഉണ്ടാകുക. അപ്പോൾ ഈ വാസ്പിലാണെങ്കിലും നമ്മുടെ ഇവിടെ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് C. floridanത്തിൻ്റെ കേസാണ്. അപ്പോൾ ഇതിൻ്റെ കേസിലാണെങ്കിലും ബാക്കിയുള്ള എല്ലാ വാസ്പിൻ്റെ ഫാമിലീസിൻ്റെ കേസിലാണെങ്കിലും 3 മേജർ ഫേസസ് ആയിട്ടാണ് ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് നടക്കുക പോളിഎംബ്രിയോണിയുടെ. അതാണ് ഏർലി ക്ലീവേജ്, പ്രൊലിഫറേഷൻ ആൻഡ് മോർഫോജെനിസിസ്. ക്ലീവേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്പ്ലിറ്റിംഗ് ആണ്. അതുപോലെ തന്നെ പ്രൊലിഫറേഷൻ എന്ന് പറയുമ്പോൾ ഗ്രോത്ത്. മോർഫോജെനിസിസ് എന്ന് പറഞ്ഞാൽ മോർഫോളജിക്കലി അതിൻ്റെ ക്യാരക്ടേഴ്സ് ഫോം ചെയ്യുക. ഇൻ സി ഫ്ലോറിഡാനം ഏർലി ക്ലീവേജ് സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചാൽ ഈ വാസ്പ് ഒരു ടൈനി ആയിട്ടുള്ള യോക്ലെസ് എഗ് വിച്ച് ഇസ് സറൗണ്ടഡ് ബൈ തിൻ കൊറിയം ഓവിപ്പോസിറ്റ് ചെയ്യും. Then the C. floridanum egg then initiates first cleavage that results in the formation of 2 equal sized daughter cells, blastomere ഉണ്ടാക്കും. അതായത് ക്ലീവേജ് നടന്നിട്ട് ഈക്വൽ ആയിട്ടുള്ള 2 ഡോട്ടർ സെൽസ് ഉണ്ടാക്കുക. Then polar body nuclei are aborted in most insects, but they remain viable in polyembryonic encertids and form a polar body cell. After first cleavage, all of the germ plasm associates with one of the blastomeres, and second cleavage is unequal with the germ plasm containing blastomere, that is dividing into a large and small daughter blastomere, with the germ plasm always segregating to the smaller cell. അപ്പോൾ ഫസ്റ്റ് ക്ലീവേജിൽ എന്ന് പറയുമ്പോൾ ഈക്വൽ ആയിട്ടുള്ള സൈസിലായിട്ടുള്ള ഡോട്ടർ സെൽസ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സെക്കൻഡ് ക്ലീവേജ് ചെയ്യുമ്പോൾ ഒരു ലാർജ് ബ്ലാസ്റ്റോമിയറും ഒരു സ്മോൾ ബ്ലാസ്റ്റോമിയറും ഉണ്ടാവും. അൺഈക്വൽ ആയിട്ടുള്ള ഒരു ഇതാണ് ഉണ്ടാവുക. അതിൽ ജേം പ്ലാസം സ്മോളർ സെല്ലിലേക്കായിരിക്കും സെഗ്രിഗേറ്റ് ചെയ്തിരിക്കുന്നുണ്ടാകുക. ദ അതർ ബ്ലാസ്റ്റോമിയർ ഇൻ കോൺട്രാസ്റ്റ് ഡിവൈഡ്സ് ഇൻ ടു 2 ഈക്വൽ സൈസ്ഡ് ഡോട്ടർ സെൽസ്. അപ്പോൾ ഒരു പോർഷന്, അതായത് ഫസ്റ്റ് ക്ലീവേജിൽ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടല്ലോ, ആദ്യത്തെ ഒരു പോർഷന് അൺഈക്വൽ ആയിട്ടുള്ള ബ്ലാസ്റ്റോമിയർസ് ഉണ്ടാക്കുമ്പോൾ അപ്പുറത്തെ പോർഷന് ഈക്വൽ സൈസ്ഡായിട്ടുള്ള ഡോട്ടർ സെൽസ് ആണ് ഉണ്ടാക്കുക. Subsequent cleavages are asynchronous, resulting in the formation of approximately 200 blastomeres, of which 4 to 8 contain germplasm into a host egg. അങ്ങനെ ക്ലീവേജ് നടന്നിട്ട് ഒരു 200 ബ്ലാസ്റ്റോമീസ് സ്റ്റേജ് വരെ എത്തുന്നുണ്ട്. അതിലൊരു 4-8 ജേംപ്ലാസം ഓരോ ഹോസ്റ്റ് എഗ്ഗിലും കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ടാകും. ഇനി ഹോസ്റ്റ് ലാർവ ഹാച്ച് ചെയ്യുന്ന കൊടുക്കാൻ ഈ സി ഫ്ലോറിഡനം പ്രൊലിഫറേഷൻ ഫേസ് ഓഫ് ഡെവലപ്മെൻറ്റിലേക്ക് എൻ്റർ ചെയ്യുകയാണ്. ഈ ഫേസ് ബിഗിൻ ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ബ്ലാസ്റ്റോമിയർ ഒരു 200 സ്റ്റേജ് വരെ എത്തിയിട്ടുണ്ടല്ലോ, 200 സെൽ സ്റ്റേജിലായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫേസിനെ പറയുന്നത് മോറുല, അതായത് ഒരു മൾബറി ലൈക്ക് സ്ട്രക്ചറായിട്ടാണ് ഫോം ചെയ്യുക. അപ്പോൾ ഈ ഒരു സ്റ്റേജാണ് പ്രൈമറി മോറുല. അത് ഡിവൈഡ് ചെയ്തിട്ട് 2 തൊട്ട് 5 എംബ്രോണിക് മാസസ് ആയിട്ട് ഫോം ചെയ്യും. അവരെ പറയുന്നതാണ് പ്രൊലിഫറേറ്റീവ് മോറുല. അത് ഒരുമിച്ച് കൂടിയിട്ട് പോളി മോറുലായിട്ട് ഫോം ചെയ്യും. അപ്പോൾ ഈ ഓരോ പ്രൊലിഫറേറ്റീവ് മോറുല, അതായത് നമ്മൾ പറഞ്ഞു 2 തൊട്ടിട്ട് 5 വരെ എംബ്രോണിക് മാസമായിട്ട് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഓരോ പ്രൊലിഫറേറ്റീവ് മോറുലയും 100ഓളം നോൺ ഡിഫറൻഷ്യേറ്റഡ് ആയിട്ട് സെൽസ് കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്. ഇവരെ ഈ നോൺ ഡിഫറൻഷ്യേറ്റഡ് ആയ സെൽസ് സറൗണ്ട് ചെയ്തിരിക്കുന്നത് എക്സ്ട്രാ എംബ്രോണിക് മെംബ്രെയിൻ വെച്ചിട്ടാണ്.
പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ എംബ്രിയോയുടെ മെജോറിറ്റി ഭാഗങ്ങൾ തേർഡ് ഫേസ് ഓഫ് ഡെവലപ്മെൻറ്റിലേക്ക് കയറാണ്, അതായത് മോർഫോജൻസിസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു ക്ലീവേജ് ഉണ്ടായി, അതായത് സ്പ്ലിറ്റിങ് നടന്നിട്ട് 2 സെൽസായി മാറി, അത് കഴിഞ്ഞ് ബ്ലാസ്റ്റോമിയസ് ഫോർമേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായി. നെക്സ്റ്റ് പ്രൊലിഫറേറ്റീവ് സ്റ്റേജിലേക്ക് കടന്നു. അതിനുശേഷം തേർഡ് ഫേസിലേക്ക് വരികയാണ്, അതായത് മോർഫോജൻസിസ്, അതായത് നമ്മൾ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് ഫോം ചെയ്യുക. അപ്പോൾ ഈ സമയത്ത് ഓൾമോസ്റ്റ് ഓൾ ഓഫ് ദ മോറുല സിങ്ക്രോണസ്ലി ഇനിഷ്യേറ്റ് മോർഫോജൻസിസ് ഇൻ ദ ഹോസ്റ്റ്. 4th instar ഡെവലപ്പ് ഇൻ ടു റിപ്രൊഡക്റ്റീവ് ലാർവ ദാറ്റ് എൻക്ലൂസ് ഇൻ ദ ഹോസ്റ്റ് 5th instar. അപ്പോൾ ഈ സ്റ്റേജിൽ, അതായത് ഹോസ്റ്റിൻ്റെ 4th to 5th instar സ്റ്റേജിൽ ഇവരെന്തായിട്ട് ഫോം ചെയ്യുകയാണ്? റിപ്രൊഡക്റ്റീവ് ലാർവയായിട്ട് ഫോം ചെയ്യുകയാണ്. ആര്? നമ്മളുടെ ഈ വാസ്പ് സി ഫ്ലോറിഡാനം എന്ന് പറഞ്ഞിട്ടുള്ള വാസ്പ് അവരെ റിപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ലാർവ ഫോം ചെയ്യുകയാണ്. അപ്പോൾ ഇവരെങ്ങനെ തിരിച്ചറിയാമെന്ന് വെച്ചാൽ അവർക്കൊരു റൗണ്ടഡ് ആയിട്ടുള്ള ബോഡി ഫോമും അതുപോലെ തന്നെ സ്മോൾ മാൻഡിബിൾസ് ആയിരിക്കും ഉണ്ടാകുക. എന്നിട്ട് ഈ ഹോസ്റ്റിൻ്റെ ഉള്ളിൽ ഈ റിപ്രൊഡക്റ്റീവ് ലാർവ എന്ത് ചെയ്യും? ഈ ഹോസ്റ്റിൻ്റെ ഹീമോലിംഫും അതുപോലെ തന്നെ ഇൻറ്റേർണൽ ഓർഗൻസും അവർ കൺസ്യൂം ചെയ്യും. എന്നിട്ട് ഈ പ്യൂപ്പേറ്റ് വിത്തിൻ ദ റിമൈനിങ് എക്സോസ്കെൽറ്റൻ ഓഫ് ദ ഹോസ്റ്റ്, ഈ ഹോസ്റ്റിൻ്റെ ഉള്ളിലെ തന്നെ ഈ എക്സോസ്കെൽറ്റൻ്റെ ഉള്ളിൽ അവരെന്ത് ചെയ്യും? പ്യൂപ്പേറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും? ഒരു അഡൽട്ട് വാസ്പായിട്ട് എമർജ് ചെയ്യും. ഇതിന് വിപരീതമായി ചില സമയത്ത് ഈ ഹോസ്റ്റിൻ്റെ 1 തൊട്ടിട്ട് 4 instar ടൈമിൽ ഇവർ സാധാരണഗതിയിൽ റിപ്രൊഡക്റ്റീവ് ലാർവയായിട്ടല്ല ഫോം ചെയ്യുക. പക്ഷേ ചില സമയങ്ങളിൽ ഈ ഹോസ്റ്റിൻ്റെ 1 തൊട്ട് 4 ലാർവൽ instar സ്റ്റേജിൽ ഈ മോറുല മോർഫോജൻസിസ് നടന്നിട്ട് സെക്കൻഡ് കാസ്റ്റേജ് ഫോം ചെയ്യും, അതായത് റിപ്രൊഡക്റ്റീവ് ലാർവ അല്ല സോൾജർ ലാർവയായിട്ട് ഫോം ചെയ്യും. അപ്പോൾ ഈ ഇവർ നമുക്ക് എങ്ങനെ ഇവരെ മനസ്സിലാവുകയെന്ന് വെച്ചാൽ ഈ സോൾജർ ലാർവയ്ക്ക് ഒരു ഇലോങ്ങേറ്റഡ് ബോഡി ഫോമും അതുപോലെ തന്നെ ലാർജ് മാൻഡിബിൾസ് ആയിരിക്കും ഉണ്ടാകുക. അപ്പോൾ ഹോസ്റ്റിൻ്റെ 4th to 5th സ്റ്റേജിലാണ് അവരെ ഡെവലപ്മെൻറ്റ് മോർഫോജൻസിസ് നടക്കണമെന്ന് വെച്ചാൽ റിപ്രൊഡക്റ്റീവ് ലാർവയായിട്ട് ഫോം ചെയ്യും, അതായത് റൗണ്ട് ബോഡി ഫോമും സ്മോൾ മാൻഡിബിൾസ് ഉള്ളതും. ഹോസ്റ്റിൻ്റെ 1 to 4 instarലാണ് ഇവരുടെ മോർഫോജൻസിസ് നടക്കുകയാണെങ്കിൽ ഇവർ സോൾജർ ലാർവയാണ് ഫോം ചെയ്യുക. അവർ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റണമെന്ന് വെച്ചാൽ അവരെ ഇലോങ്ങേറ്റഡ് ബോഡി ഫോമും അതുപോലെ തന്നെ ലാർജർ മാൻഡിബിൾസും വെച്ചിട്ടാണ്. നെക്സ്റ്റ് വണ്ണാണ് പീഡോജെൻസിസ്. Some insects sexually mature precociously and are able to reproduce while still larvae or pupa. This phenomenon is known as pedogenesis. Pedogenesis എന്ന് വെച്ചാൽ ചില ഇൻസെക്ട്സിന് അവരുടെ നോർമൽ സ്റ്റേജിന് മുന്നേ തന്നെ അവർക്ക് സെക്ഷലി മെച്ചറാവും, അതായത് അവർ ലാർവൽ സ്റ്റേജിലോ പ്യൂപ്പൽ സ്റ്റേജിലോ സെക്ഷലി മെച്ചറാവും വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. ഈ പീഡോജെനറ്റിക് ഇൻസെക്ട്സ് മോസ്റ്റ് പാത്തജെനറ്റിക് വിവിപാരസ് ആവും. ഇത് കാണുന്നത് മെയിനായിട്ട് മിയാസ്റ്റർ ആൻഡ് മൈക്രോമാൽത്തസ് ലാർവയിലാണ്. അതായത് മിയാസ്റ്റർ എന്ന് പറയുമ്പോൾ മിഡ്ജസ് ആണ് ആൻഡ് മൈക്രോമാൽത്തസ് ഒരു ബീറ്റിലാണ്. Pedogenesis occurs in Measter only under very good or poor nutrition condition. Intermediate nutrition conditionലാണെങ്കിൽ ഇവരെന്താ നോർമൽ അഡൽട്സിനായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക. And the young larvae are set free in the body cavity of the pedogenetic larvae and they feed on the maternal tissues that eventually escaping through the body wall of the parent. ഇനി മൈക്രോമാൽത്തസിന് 5 റിപ്രൊഡക്റ്റീവ് ഫോംസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. അഡൽട്ട് മെയിൽ ഉണ്ട്, അഡൽട്ട് ഫീമെയിൽ ഉണ്ട്, മെയിൽ പ്രൊഡ്യൂസിങ് ലാർവ, ഫീമെയിൽ പ്രൊഡ്യൂസിങ് ലാർവ ആൻഡ് ലാർവെ പ്രൊഡ്യൂസിങ് മെയിൽസ് ആൻഡ് ഫീമെയിൽസ്. അപ്പോൾ ഈ സ്പീഷീസ് എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഹെട്രോമോർഫോസിസ് ആണ്. ആൻഡ് ദ ഫോം എമർജിങ് ഫ്രം ദ എഗ് ഈസ് എ മൊബൈൽ ഫസ്റ്റ് ഇൻസ്റ്റാർ കോൾഡ് എ ട്രയാങ്കുലി. ഇവർക്ക് ഒരു പ്യൂപ്പേന്ന് നേരിട്ട് ഒരു നോർമൽ അഡൽട്ട് ഫീമെയിലായിട്ട് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു മോൾട്ടീന്ന് ഒരു ലാർവൽ ഫോമിലേക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ എന്നിട്ട് ഈ ലാർവൽ ഫോം എന്ത് ചെയ്യും? പീഡോജെനറ്റിക്കലി ഒരു മെയിലായിട്ട് റേസ് ചെയ്യും. ഓർ ഇറ്റ് ക്യാൻ മൂവ് ടു പീഡോജെനറ്റിക് ലാർവ, അല്ലെങ്കിൽ ഈ ലാർവൽ ഫോമിന് ഒരു പീഡോജെനറ്റിക് ലാർവയെ തന്നെ ആയിട്ട് ഫോം ചെയ്തിട്ട് അത് ട്രയാങ്കിൾസ് ഫോം ചെയ്യും. ഇനി പീഡോജെൻസിസ് അഫിഡ്സിൽ നടക്കാറുണ്ട്. അതുപോലെ തന്നെ ഹെമിപ്റ്ററൻ, ഹെസ്പെറോക്റ്റൻസ് ഇവരൊക്കെ പീഡോജെനറ്റിക് ഫോമിൻ്റെ എക്സാമ്പിൾസ് ആണ്. Pedogenesis is a normal method of reproduction in these insects, and although normal adults are sometimes produced, it is not certain that they are capable of producing viable offspring. അപ്പോൾ പീഡോജെൻസിസ് ഒക്കെ നോർമൽ ആയിട്ടുള്ള ഒരു മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ്, സെക്ഷൽ റിപ്രൊഡക്ഷൻ മെത്തേഡാണ് ഈ ഒരു ഇൻസെക്ട്സിൽ. എന്നിട്ട് അവർക്ക് എന്തുണ്ടാകും? നോർമൽ ആയിട്ടുള്ള അഡൽട്സ് ഇവരിൽ നിന്നുണ്ടാകും. നെക്സ്റ്റ് പീഡോജെൻസിസിൻ്റെ ഒരു എക്സാമ്പിളാണ് അത് കൊടുത്തിരിക്കുന്നത് ലൈഫ് ഹിസ്റ്ററി ഓഫ് ബീറ്റിൽ മൈക്രോമാൽത്തസ് ആണ്. അപ്പോൾ ഇതിൽ ബോൾഡ് ലെറ്ററിൽ കൊടുത്തിരിക്കുന്നത് റിപ്രൊഡക്റ്റീവ് ഫോംസും ഇറ്റാലിക്സിൽ കൊടുത്തിരിക്കുന്നത് പീഡോജെനറ്റിക്കലി റിപ്രൊഡ്യൂസിങ് ലാർവയാണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് തന്നെ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു മൈക്രോമാൽത്തസിന് 5 റിപ്രൊഡക്റ്റീവ് ഫോംസ് ആണുള്ളത്. അഡൽട്ട് മെയിൽ, അഡൽട്ട് ഫീമെയിൽ, മെയിൽ പ്രൊഡ്യൂസിങ് ലാർവ, ഫീമെയിൽ പ്രൊഡ്യൂസിങ് ലാർവ ആൻഡ് ലാർവ പ്രൊഡ്യൂസിങ് മെയിൽസ് ആൻഡ് ഫീമെയിൽസ്. അപ്പോൾ ഇവർക്കൊരു ഈ കോംപ്ലക്സിനൊരു ഈ സ്പീഷീസിനൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഹെട്രോമോർഫോസിസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ഇതാണ് നമ്മൾ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ എന്തുണ്ടാവുന്നത്? ഈ എഗ്ഗിൽ നിന്ന് എമർജ് ചെയ്ത് വരുന്ന ഫസ്റ്റ് ഫോം എന്ന് പറയുന്നത് മൊബൈലായിട്ടുള്ള ഫസ്റ്റ് ഇൻസ്റ്റാർ ആയിട്ടുള്ള ഒരു ട്രയാങ്കുലർ ലാർവയാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ ട്രയാങ്കുലർ ലാർവ എന്ന് പറയുന്നത് ഈ ബീറ്റിൽസിൻ്റെ ഒക്കെ ഫസ്റ്റ് ഇൻസ്റ്റാർ സ്റ്റേജാണ്. അതിനുശേഷം ഈ വരുന്ന ഇൻസ്റ്റാർ സ്റ്റേജസിൽ വരെ ലെഗ്സ് ലോസ് ചെയ്യും, അതുപോലെ തന്നെ ഒരു പാരസൈറ്റ് ആയിട്ട് മാറും. അപ്പോൾ എഗ്ഗിന് എന്തുണ്ടായി? ഫസ്റ്റ് മൊബൈലായിട്ടുള്ള ഒരു ഇൻസ്റ്റാർ ആയിട്ടുള്ള സ്റ്റേജ് വന്നു, ദാറ്റ് ഈസ് ട്രയാങ്കുലർ ലാർവ. അതിനുശേഷം
അത് മോൾട്ട് ചെയ്തിട്ട് അപ്പോഡസ് ലാർവയായിട്ട് ഫോം ചെയ്തു. അത് അപ്പോഡസ് ലാർവ എന്ന് പറയുന്നത് ലെഗ്ലെസ് ആയിട്ടുള്ള ലാർവയാണ്. ദാറ്റ് ക്യാൻ ഡെവലപ്പ് ഇൻ 1 of 3 ways. ഇനി അത് എങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്യാം? അതൊന്നില്ലെങ്കിൽ പ്യൂപ്പയിൽ നിന്ന് നോർമൽ അഡൽട്ട് ഫീമെയിലായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മോൾട്ട് ചെയ്തിട്ട് ഒരു ലാർവൽ ഫോമായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പീഡോജെനറ്റിക്കിൽ ഒരു മെയിലായിട്ട് ഫോം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പീഡോജെനിക് ലാർവയിൽ നിന്ന് മോൾട്ട് ചെയ്തിട്ട് അതിന് ട്രയാങ്കിളിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ഒരു ഫിഗറിൽ കൊടുത്തിട്ടുണ്ട് ഈ അപ്പോഡസ് ലാർവയ്ക്ക് ഏരോ മാർക്ക് ഇട്ടുണ്ട്. എന്തൊക്കെ ആവാൻ പറ്റുന്നുണ്ട്? പ്യൂപ്പ ആവുന്നുണ്ട്. ഈ പ്യൂപ്പയിൽ നിന്ന് അഡൽട്ട് ഫീമെയിലായിട്ട് വീണ്ടും അഡൽട്ട് ഫീമെയിൽ എഗ് ലേ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് താഴോട്ട് കൊടുത്തിരിക്കുന്ന അപ്പോഡസ് ലാർവയിൽ നിന്ന് ഫോം ചെയ്യുന്നത് മെയിൽ പ്രൊഡ്യൂസിങ് പീഡോജെനിക് ലാർവയുണ്ട്. അത് വീണ്ടും എഗ്, ലാർവ, പ്യൂപ്പ, അഡൽട്ട് മെയിലായി മാറുന്നു. പിന്നെ വീണ്ടും ഈ മെയിൽ പ്രൊഡ്യൂസിങ് പീഡോജെനിക് ലാർവയ്ക്ക് ഒരു ട്രയാങ്കിൾ ലാർവ ഫോം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അപ്പോഡസ് ലാർവയിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഒരു ആരോ മാർക്ക് പോയിട്ടുണ്ട്. ദാറ്റ് ഈസ് ഫീമെയിൽ പ്രൊഡ്യൂസിങ് പീഡോജെനിക് ലാർവ. അതെന്തുണ്ടാക്കുന്നുണ്ട്? ട്രയാങ്കിൾ ലാർവ ഉണ്ടാക്കുന്നുണ്ട്. അത് അങ്ങനെ ഒരു സൈക്കിൾ പോലെയാണ്. അപ്പോൾ ഈ ഒരു ഫിഗറിൽ തന്നെ കാണിക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ആരോ മാർക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം എന്തുകൊണ്ടാണ് ഇവരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഹെട്രോമോർഫോസിസ് എന്ന് പറയുന്നത് മനസ്സിലാക്കാം. നെക്സ്റ്റ് ആണ് ഒവിപാറ്റി. വിവിപാറ്റിയാണ് നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു ടേംസാണ് ഒവിപാറ്റി എന്താണ്, വിവിപാറ്റി എന്താണ്. ഒവിപാറ്റി എന്ന് പറഞ്ഞാൽ ഇൻസെക്ട് റിപ്രൊഡ്യൂസ് ചെയ്യണം. എങ്ങനെ? ഫീമെയിൽസ് എഗ് ലേ ചെയ്തിട്ട് ഒരു സബ്സ്ട്രേറ്റിലേക്ക് സിംഗിളായിട്ടോ അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ടോ മാസ്സായിട്ടോ എഗ് ലേ ചെയ്യുന്നു. അതിനുശേഷം കുറച്ച് നാൾ കഴിയുമ്പോൾ അവർ ഹാച്ച് ചെയ്യുന്നു. എന്നിട്ട് യങ് വൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. മൂത്ത് ബട്ടർഫ്ലൈ ആണ് ഇവർ എക്സാമ്പിൾ. നെക്സ്റ്റ് വിവിപാറ്റി എന്ന് പറഞ്ഞാൽ ഇൻസെക്ട്സ് എഗ് ലേ ചെയ്യുന്നതിന് പകരം അവർ യങ് വൺസിന് ബർത്ത് കൊടുക്കുന്നു. ഈ എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ് ഒക്കെ ഫീമെയിലിൻ്റെ ഉള്ളിലായിരിക്കും കംപ്ലീറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ എംബ്രിയോക്ക് അവർ നറിഷ്മെൻറ്റ് കിട്ടുന്നത് അവരെ മദറിൽ നിന്നും ആണ്. കുറച്ച് നാൾ കഴിയുമ്പോൾ അവർ മദറിൽ നിന്ന് എമർജ് ഔട്ട് ചെയ്യും. അതായത് ഈ നറിഷ്മെൻറ്റ് സോഴ്സ് അനുസരിച്ച് അവർ കുറച്ച് നാൾ കഴിയുമ്പോൾ അമ്മയുടെ നിന്ന് എമർജ് ഔട്ട് ചെയ്യുന്നു. ഇനി വിവിപാറ്റി 4 തരത്തിലാണുള്ളത്. ഓവോ വിവിപാറ്റി ഉണ്ട്, അഡിനോപാരസ് വിവിപാറ്റി ഉണ്ട്, സ്യൂഡോ പ്ലാസെൻ്റൽ വിവിപാറ്റി ഉണ്ട്, ആൻഡ് ഹീമോസീലസ് വിവിപാറ്റി ഉണ്ട്. ഓവോ വിവിപാറ്റി എന്ന് പറഞ്ഞാൽ ഈ എഗ്സ് ഹാച്ച് ചെയ്യാൻ റെഡി ആവണ വരെ ഈ എഗ്സ് എന്ത് ചെയ്യും? ജെനിറ്റൽ ട്രാക്റ്റിൽ ഇൻസെക്ട്സ് റീറ്റെയിൻ ചെയ്യും. എന്നിട്ട് ഇമ്മീഡിയറ്റ്ലി ഹാച്ച് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി ഈ യങ് വൺസ് എന്ത് ചെയ്യും? ഔട്ട് സൈഡിലേക്ക് റിലീസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ നറിഷ്മെൻറ്റിന് ആവശ്യമുള്ള സ്പെഷ്യൽ സ്ട്രക്ചേഴ്സ് ഒന്നും ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. എക്സാമ്പിളാണ് തൈസനോപ്റ്ററ. ഇനി അഡിനോപാരസ് വിവിപാറ്റി എന്ന് പറഞ്ഞാൽ അതൊരു ടൈപ്പ് ഓഫ് വിവിപാറ്റിയാണ്. അതായത് അവർക്ക് ഈ എഗ്സിന് സഫിഷ്യൻ്റ് ആയിട്ടുള്ള യോക്ക് ഒക്കെ ഉണ്ടാകും. അതായത് എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ് ആവശ്യമുള്ള യോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. എന്നിട്ട് ഇവർ യൂട്രസിൽ റീറ്റെയിൻ ചെയ്തിരിക്കും. എന്നിട്ട് ഈ എഗ്സ് ഹാച്ച് ചെയ്തിട്ട് ആ യങ് വൺസിന് നറിഷ്മെൻറ്റ് കിട്ടുക എന്ന് പറയുന്നത് മിൽക്ക് ഗ്ലാൻസ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യലായിട്ടുള്ള നറിഷ്മെൻറ്റ് ഗ്ലാൻസ് എന്നാണ്. ആ മിൽക്ക് ഗ്ലാൻസിൽ മിൽക്ക് ഉണ്ടാകും. അത് വിച്ച് ഈസ് കൺസിസ്റ്റ് ഓഫ് ലിപ്പിഡ്സ് ആൻഡ് പ്രോട്ടീൻസ് ആണ്. ആൻഡ് വെൻ യങ് വൺസ് ആർ ഫുള്ളി ഡെവലപ്ഡ് ഇറ്റ് എമർജസ് ഫ്രം ദി മദർ ആൻഡ് ഫോംസ് ഇൻ എ പ്യൂപ്പ വിത്തിൻ ഷോർട്ട് ടൈം ആൻഡ് നോ ഫീഡിങ് ഫേസ് ഈസ് സീൻ. അപ്പോൾ അവർ യങ് വൺസ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർ അമ്മയുടെ നിന്ന് എമർജ് ചെയ്തിട്ട് അവർ പ്യൂപ്പയായിട്ട് ഫോം ചെയ്യണോ. അതുകൊണ്ട് തന്നെ അവർക്ക് നോ ഫീഡിങ് ഫേസ് കാണുന്നില്ല. പിന്നെ എക്സാമ്പിളാണ് ഇതിൻ്റെ ഗ്ലോസിന പ്യൂപ്പിപാര ഡിപ്റ്ററ. നെക്സ്റ്റ് വണ്ണാണ് സ്യൂഡോ പ്ലാസെൻ്റൽ വിവിപാറ്റി. It is a phenomenon where insects have eggs with little or no yolk. Hatching takes place within the mother and the nourishment for the young one is received through embryonic maternal structure. അതായത് സ്യൂഡോ പ്ലാസെൻ്റൽ അത് കേൾക്കുമ്പോൾ അറിയാം നമുക്കൊരു പ്ലാസൻ്റെ ഫാൾസ് ആയിട്ടുള്ള പ്ലാസൻ്റെ ആയിട്ടുള്ള ഒരു വിവിപാറ്റിയാണ് സ്യൂഡോ എന്ന് പറയുന്നത് ഫാൾസ്. അപ്പോൾ ഈ ഫിനോമിനൽ എന്ന് വെച്ചാൽ ഇൻസെക്ട്സിന് എഗ് ഉണ്ടാകും, പക്ഷേ അവരിലേക്ക് യോക്ക് ഉണ്ടാവില്ല. ചിലപ്പോൾ ഭയങ്കര റിഡ്യൂസ്ഡ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ തീരെ യോക്ക് ഉണ്ടാകില്ല. പിന്നെ മദറിൽ വെച്ചിട്ട് തന്നെയായിരിക്കും ഹാച്ചിങ് നടക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ യങ് വണ്ണിന് ആവശ്യമുള്ള നറിഷ്മെൻറ്റ് കിട്ടുകയെന്ന് വെച്ചാൽ മറ്റേണൽ സ്ട്രക്ചറിൻ്റെ എംബ്രിയോണിക് മെറ്റീരിയൽ സ്ട്രക്ചറിൽ കൂടിയാണ് ഈ യങ് വൺസിന് നറിഷ്മെൻറ്റ് കിട്ടുക. ആ ഒരു ഇതിനെ പറയുന്നതാണ് സ്യൂഡോ പ്ലാസെൻ്റ. എക്സാമ്പിളാണ് സോക്കോപ്റ്റെറ, ഡെർമാപ്റ്റെറ, അഫിഡ്സ് എക്സെട്ര. ഹീമോസീലസ് വിവിപാറ്റിയാണ് 4ാമത്തത്. അതൊരു ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷനാണ്. അതായത് എഗ്സ് ഹീമോസിൽ റീറ്റെയിൻ ചെയ്തിരിക്കും. അതുപോലെ തന്നെ അവരെ എംബ്രിയോണിക് ഡെവലപ്മെൻറ്റും യങ് ബഡ്സിൻ്റെ നറിഷ്മെൻറ്റും എല്ലാം നടക്കുക അമ്മയുടെ ഹീമോലിംഫിൻ്റെ ന്യൂട്രിയൻസ് ട്രാൻസ്ഫർ വഴിയായിരിക്കും. ആഫ്റ്റർ ഡെവലപ്മെൻറ്റ് യങ് വൺ കംസ് ഔട്ട് either through genital canal or by the rupture in the walls of the parent. Eggs have no chorion but become surrounded from an early stage by a trophic membrane through which nutrient material are supplied from the maternal tissues. ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ് സ്ട്രെപ്സിറ്റെറൻസ് ആൻഡ് സം ലാർവ ഓഫ് സെസിഡോമൈഡ്സ് ദാറ്റ് ഈസ് ഡിപ്റ്ററ. നെക്സ്റ്റ് ആണ് ഒവിപാറ്റി. നമ്മൾ ഒവിപാറ്റി പറഞ്ഞു, അതായത് എഗ് ലേ ചെയ്തിട്ടുണ്ടാകുന്ന ആ ഒരു ഇൻസെക്ട് റിപ്രൊഡക്ഷനെ പറയുന്നതാണ് ഒവിപാറ്റി. അപ്പോൾ ഒവിപാറ്റി അനിമൽസ് എന്ന് വെച്ചാൽ അവർ എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ് മദറിൻ്റെ ഉള്ളിൽ ഒരു കുറച്ച് പോലും ഉണ്ടാകില്ല. ഈ സാധനം ഒവിപാറ്റി എന്നൊരു കണ്ടീഷന് മെയിനായിട്ട് ഫിഷ്, ആംഫിബിയൻസ്, റെപ്റ്റൈൽസ്, ടെറോസോസ്, ദിനോസോസ്, ബേർഡ്സ്, മോണോട്രീംസിലൊക്കെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ
ട്രഡീഷണൽ യൂസേജിൽ മോസ്റ്റ് ഇൻസെക്ട്സ്, അതായത് ക്യൂലെക്സ് പിപ്പിയൻസ്, കോമൺ ഹൗസ് മോസ്കിറ്റോ, മൊളുസ്ക, അരക്നിഡ്സ്, ഇതിലൊക്കെ ഓവിപാരസ് കണ്ടിട്ടുണ്ട്. ഇനി ഫീമെയിലിൽ ഓവറീസിലാണ് ഓവർ ഡെവലപ്പ് ചെയ്യുക. അത് ഇനിഷ്യേറ്റ് ചെയ്യണ ഹോർമോൺസാണ് ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ, ലൂട്ടിനൈസിങ് ഹോർമോൺ എക്സെട്ര, ആൻഡ് യൂഷ്വലി സൈക്ലിക്കലി ആൻഡ് ഓഫൺ ഡിറ്റർമൈൻഡ് ബൈ സീസണാലിറ്റി. സൈക്ലിക്കായിട്ട് ഫോം ചെയ്യും. അതുപോലെ തന്നെ അവർ സീസണാലിറ്റി ഡിറ്റർമൈൻഡ്, അതായത് ലൈറ്റ് മോസ്റ്റ് ഡിപ്പെൻഡ് ചെയ്തിട്ടും ഈ ഓവർ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. എക്സൈസസ് വേരി ഇനോർമസ്ലി ഓഫൺ വിത്തിൻ ക്ലാസസ്, ഫാമിലീസ് ആൻഡ് ജനറ, ബട്ട് സൈസ് യൂഷ്വലി ക്യാരക്ടറൈസസ് ഈ സ്പീഷീസ്. അപ്പോൾ ഇവരുടെ സൈസ്, ഈ ഓവയുടെ സൈസ് എന്ന് പറയുന്നത്, എഗ്ഗിൻ്റെ സൈസ് എന്ന് പറയുന്നത് പലരിലും പല ഫാമിലി, ക്ലാസസ്, ജനറ, ഇതിലൊക്കെ ഇനോർമസ്ലി വേരി ചെയ്യുന്നുണ്ട്. പക്ഷേ ഓരോ സ്പീഷീസിൻ്റെയും എഗ് സൈസ് എന്ന് പറയുന്നത് ഓരോ ക്യാരക്ടറൈസ് ചെയ്യുന്നുണ്ട്. അവരുടെ ആ ഒരു സ്പീഷീസിന് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സൈസായിരിക്കും അവർക്ക് ഉണ്ടാകുക. ഇനി മോസ്റ്റ് കേസസിൽ ഫീമെയിൽ ഇൻസെക്ട്സ് ഒന്നില്ലെങ്കിൽ ഒറ്റയ്ക്കായിട്ടായിരിക്കും മുട്ടയിടുക, അല്ലെങ്കിൽ ബാച്ചായിട്ട് ഒരു ഗ്രൂപ്പായിട്ട് അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലേസിലായിരിക്കും അവർ മുട്ടയിടുക. ഈ എക്സാമ്പിളാണ് ഫീമെയിൽസ് ഓഫ് സം സ്പീഷീസ് ഓഫ് മോസ്കിറ്റോ. നമുക്കറിയാം മോസ്കിറ്റോ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും കാര്യങ്ങളൊക്കെ അവർ മുട്ടയിടും. അതൊരു 250 മുട്ട വരെ ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ ഈ ഇടുന്ന ഇൻസെക്ട്സിലും, മോസ്റ്റ് ഓഫ് ദി ഇൻസെക്ട്സിലും പാരൻ്റൽ കെയർ ഒന്നും കാണിക്കില്ല. അവർ മുട്ട ഇട്ട് കഴിഞ്ഞാൽ അവരപ്പം ലീവ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞാൽ അവർ റിട്ടേൺ ചെയ്യൊന്നുമില്ല, അവർ നോക്കൊന്നുമില്ല. പക്ഷെ ചില ഇൻസെക്ട് കേസിൽ ഫീമെയിൽസ് മുട്ടനെ പ്രൊട്ടക്റ്റ് ചെയ്യണവരുണ്ട്. അത് എക്സാമ്പിളാണ് ഫീമെയിൽ ഇയർവിക്സിൽ. അവർ എഗ്സിനെ ക്ലീൻ ചെയ്യും. അതുപോലെ തന്നെ അവർ ഹാച്ച് ചെയ്യണ വരെ അവർ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. നെക്സ്റ്റ് ഒരു ടേമാണ് എക്ലൂഷൻ. എക്ലൂഷൻ എന്ന് പറഞ്ഞാൽ അഡൽട്ടായിട്ടുള്ള ഇൻസെക്റ്റ് അവർ ആ ഒരു ഡെവലപ്മെൻ്റൊക്കെ ഒരു വിധം ഫിനിഷ് ആയല്ലോ. അപ്പോൾ അവർ പ്യൂപ്പയിൽ നിന്നും ലാർവയിൽ നിന്നും നിംഫിൽ നിന്നും ഒക്കെ എഗ്ഗിൻ്റെ എന്ത് ചെയ്യണോ, എമർജ് ഔട്ട് ചെയ്യണം. അതിന് പറയുന്നതാണ് എക്ലൂഷൻ. അപ്പോൾ ഡയോണൽ ഇൻസെക്ട്സിൻ്റെ അഡൽട്ട് ആണെങ്കിൽ അവർ മോസ്റ്റ് പ്രോബബ്ലി എമർജ് ഔട്ട് ചെയ്യണ ആ ടൈം എന്ന് പറയുന്നത് ഡോണും. നൊക്ടേണൽ ഇൻസെക്ട്സ് ആണെങ്കിൽ, അതായത് മോസ്കിറ്റോസിൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ അവർ എക്ലൂസ് ചെയ്യണത് നൈറ്റിലായിരിക്കും ഉണ്ടാകുക. അപ്പോൾ പ്യൂപ്പയുടെ ക്യൂട്ടികൾ, അതുപോലെ തന്നെ ഹെമി മെറ്റബോൾസ് ഇൻസെക്ട്സിൻ്റെ കേസിലാണെങ്കിൽ ലാർവൽ സ്റ്റേജിൻ്റെ ലാസ്റ്റിൽ നിന്നൊക്കെ അവർ അഡൽട്ട് ഇൻസെക്റ്റ് എസ്കേപ്പ് ചെയ്യണ ആ ഒരു ടേമിനെ പറയുന്നതാണ് എക്ലൂഷൻ. അപ്പോൾ കറക്റ്റ് ഡെഫിനേഷൻ, എക്ലൂഷൻ്റെ കറക്റ്റ് ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ ദ എസ്കേപ്പ് ഓഫ് ദ അഡൽട്ട് ഇൻസെക്ട്സ് ഫ്രം ദി ക്യൂട്ടികൾ ഓഫ് ദി പ്യൂപ്പ ഓർ ഇൻ ഹെമി മെറ്റബോൾസ് ഇൻസെക്ട്സ് ഓഫ് ദി ലാസ്റ്റ് ലാർവൽ സ്റ്റേജസ് നോൺ ആസ് എക്ലൂഷൻ. ഇനി ഈ ഒരു ഇവരെ എസ്കേപ്പിന് വേണ്ടി അവർക്ക് പെർട്ടിക്കുലർ ആയിട്ടുള്ള ഓരോ സ്ട്രക്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഡെക്റ്റിക്കസ് പ്യൂപ്പയുടെ കേസിലാണെങ്കിൽ അവർക്ക് പ്യൂപ്പൽ മാൻഡിബിൾസ് ഉണ്ടാകും. അപ്പോൾ ഈ കൊക്കൂണിൽ കൂടെ അവർക്ക് ബൈറ്റ് ചെയ്തിട്ട് അവർക്ക് പുറത്തേക്ക് വരാൻ സാധിക്കും. അപ്പോൾ ഇവർക്ക് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് അവരുടേതായ ഒരു സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്തിട്ട് അവർ ഈ പ്യൂപ്പയിൽ നിന്നും കൊക്കൂണിൽ നിന്നും ഇതിനൊക്കെ എസ്കേപ്പ് ചെയ്യണം, അവരെ എമർജ് ഔട്ട് ചെയ്യണം. അപ്പോൾ ആ ഒരു ടൈമിനെ പറയുന്നതാണ് എക്ലൂഷൻ. നെക്സ്റ്റ് വണ്ണാണ് പോസ്റ്റ് എംബ്രോണിക് ഡെവലപ്മെൻറ്റ്. ഈ പോസ്റ്റ് എംബ്രോണിക് ഗ്രോത്ത് പീരീഡിൽ, ഇൻസെക്ട്സിൻ്റെ പീരീഡിൽ പല സ്റ്റേജിൽ കൂടെ, പല ഇൻസ്റ്റാസിൽ കൂടെയാണ് അവർ പാസ് ചെയ്യണം. അപ്പോൾ എക്സാമ്പിളാണ് ഹാച്ചിങ്, ലാർവൽ ഡെവലപ്മെൻറ്റ്, മെറ്റമോർഫോസിസ് എക്സെട്ര. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഹാച്ചിങ് എന്താണെന്ന് നോക്കാം. മോസ്റ്റ് ഇൻസെക്ട്സ് ഫോഴ്സ് ദെയർ വേ ഔട്ട് ഓഫ് ദി എഗ് ബൈ എക്സേർട്ടിങ് പ്രഷർ എഗെയിൻസ്റ്റ് ദ ഇൻസൈഡ് ഓഫ് ദ ഷെൽ. അതായത് ഈ ഷെല്ലിൻ്റെ ഉള്ളിൽ നിന്ന് ആ എഗ്ഗിൻ്റെ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരു പ്രഷർ എക്സേർട്ട് ചെയ്തിട്ടാണ് ഓരോ ഇൻസെക്ട്സും പുറത്തേക്ക് വരുന്നത്. ദ ഇൻസെക്ട് ഇൻക്രീസസ് ഇറ്റ്സ് വോളിയം ബൈ സ്വാളോയിങ് ദ എക്സ്ട്രാ എംബ്രോണിക് ഫ്ലൂയിഡ് ആൻഡ് ഇൻ സം കേസസ് ബൈ സ്വാളോയിങ് എയർ വിച്ച് ഡിഫ്യൂസസ് ത്രൂ ദ ഷെൽ. അപ്പോൾ ഈ ഷെല്ല് പ്രഷർ കൂട്ടാൻ വേണ്ടി, ഷെല്ലിൽ നിന്ന് പൊട്ടിക്കാൻ വേണ്ടി, ബ്രേക്ക് ചെയ്യാൻ വേണ്ടി അവർ പ്രഷർ കൂട്ടാൻ വേണ്ടി അവർ എക്സ്ട്രാ എംബ്രോണിക് ഫ്ലൂയിഡ് സ്വാളോ ചെയ്യും. അതുപോലെ തന്നെ എയറൊക്കെ സ്വാളോ ചെയ്തിട്ട് അവരുടെ വോളിയം ഇൻക്രീസ് ചെയ്യും. അങ്ങനെ പ്രഷർ കൊടുത്തിട്ടാണ് ഷെല്ലിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. These waves of muscular contraction pump hemolymph forward so that the head and thoracic regions are pressed tightly against the inside of shell. അപ്പോൾ ഇവരിങ്ങനെ പ്രഷർ കൂട്ടും തോറും അവരെന്ത് ചെയ്യും, ഇവർ ഹെഡും അതുപോലെ തന്നെ തൊറാസിക് റീജിയൻസ് എന്ത് ചെയ്യും, ഷെല്ലിൻ്റെ ഉള്ളിലത്തെ പ്രസ് ചെയ്യും, ടൈറ്റ്ലി ആയിട്ട് ആ ഒരു ഭാഗങ്ങളിലേക്ക് നന്നായി ടൈറ്റ് ചെയ്യും. അങ്ങനെ അവരൊരു ഫോഴ്സ് വന്നിട്ട് ഷെല്ല് ബ്രേക്ക് ആവാണ്. ഇതിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗ്രാസ് ഹോപ്പേഴ്സിൻ്റെ കേസിൽ, അതുപോലെ തന്നെ ബാക്കിയുള്ള ഇൻസെക്ട്സിൻ്റെ കേസിൽ ദീസ് മസ്കുലർ വേവ്സ് ആർ ഇൻറ്ററപ്റ്റഡ് ബൈ എ സൈമുൾട്ടേനിയസ് കോൺട്രാക്ഷൻ ഓഫ് ദ അബ്ഡോമിനൽ സെഗ്മെൻറ്റ്സ് വിച്ച് കോസസ് എ സഡൻ ഇൻക്രീസ് ഇൻ പ്രഷർ ഇൻ ദ ആൻറ്റീരിയർ റീജിയൻ. അപ്പോൾ ആൻറ്റീരിയർ റീജിയനിലേക്ക് ഒരു പെട്ടെന്നുള്ളൊരു ഫോഴ്സ് കൊടുക്കണം അവിടെ. ദ ഡോർസൽ മെംബ്രെയിൻ ഓഫ് ദ നെക്ക് ഇൻ ഗ്രാസ് ഹോപ്പേഴ്സ് ഹാസ് എ പെയർ ഓഫ് ലോബ്സ്, ദ സെർവിക്കൽ ആംബ്ല വിച്ച് ആർ ഇൻഫ്ലേറ്റഡ് ബൈ ദ ഇൻക്രീസ് ഇൻ ഹ്യൂമോലിംഫ് പ്രഷർ. അപ്പോൾ അങ്ങനെ ആ ഒരു പ്രഷർ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ആ ഷെല്ല് ബ്രേക്ക് ആവുകയാണ്. അങ്ങനെ എന്നിട്ട് അവർ പുറത്തേക്ക് വരും. ആ ഒരു പ്രോസസ്സിനെ പറയുന്നതാണ് ഹാച്ചിങ്. ഇനി ഇതിന് വേണ്ട ഒരു ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഹാച്ചിങ് സ്റ്റിമുലി. ദ സ്റ്റിമുലി ദാറ്റ് പ്രൊമോട്ട് ഹാച്ചിങ് ആർ ലാർജ്ലി അൺനോൺ ആൻഡ് ഇൻ മെയിൻ കേസസ് ഇൻസെക്ട്സ് അപ്പിയർ ടു ഹാച്ച് വെനെവർ ദേ റീച്ച് ദ അപ്രോപ്രിയേറ്റ് സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ അവർ ആ ഒരു ഡെവലപ്മെൻറ്റ് സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ, അവർ ആ ഒരു ടൈം ഓഫ് എമർജൻസിൻ്റെ ആ സ്റ്റേജ് എത്തുമ്പോൾ ആ ടൈമിലാണ് ഇവരെന്ത് വരിക, ഹാച്ച് ചെയ്യുക.
Even in these instances, however, it is possible that some external stimulus influence hatching. അപ്പോൾ കറക്റ്റായിട്ടുള്ള ആ ഒരു ഹാച്ചിങ് സ്റ്റിമുല അറിയില്ലെങ്കിലും ചില എക്സ്റ്റേണൽ ആയിട്ടുള്ള കുറച്ച് സ്റ്റിമുലേഴ്സ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്യൂട്ടബിൾ ടെമ്പറേച്ചേഴ്സ് ആർ നെസസറി ഫോർ എനി ഇൻസെക്ട് ടു ഹാച്ച് ആൻഡ് ദർ ഇസ് എ ത്രഷോൾഡ് ടെമ്പറേച്ചർ ബിലോ വൈൽ ഹാച്ചിങ് ഡസ് നോട്ട് ഒക്കർ. അപ്പോൾ ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൈമിലാണ് ഇവർ ഹാച്ച് ചെയ്യുക. ഇനിയിപ്പോൾ ആ ടെമ്പറേച്ചർ ത്രഷോൾഡ് ടെമ്പറേച്ചറിലും താഴെയാണെങ്കിൽ ഹാച്ചിങ് നടക്കില്ല. ദീസ് ടെമ്പറേച്ചർ വാരീസ് ഫ്രം സ്പീഷീസ്. ഓരോ സ്പീഷീസിനും ടെമ്പറേച്ചർ വേരി ചെയ്യും. ബട്ട് ഈസ് അബൌട്ട് 8 Celsius ഫോർ സിമെക്സ്, 13 Celsius ഫോർ ദി മിൽക്ക് വീഡ് ബഗ് Oncopeltis fasciatus, that is Hemiptera, and 20 Celsius for the desert locust Schistocerca gregaria. നെക്സ്റ്റ് വൺ ആണ് ലാർവൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ പോസ്റ്റ് എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ് ഓരോ സീരീസ് ഓഫ് സ്റ്റേജസ് ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ സ്റ്റേജ്, അതായത് ഇൻസ്റ്റാർസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇൻസ്റ്റാർ, സെക്കൻഡ് ഇൻസ്റ്റാർ അങ്ങനെയൊക്കെ ഉണ്ട്. ഈ ഇൻസ്റ്റാർ ഒന്നില്ലെങ്കിൽ ഹാച്ചിങ് ആയിട്ട് എൻഡ് ചെയ്യും, അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് മോൾട്ടായിട്ടായിരിക്കും എൻഡ് ചെയ്യുക. ഇനി ഈ ഓരോ മോൾട്ട് സ്റ്റേജിൽ കൂടെ കടന്ന് ലാസ്റ്റ് അവർ ഫൈനൽ മോൾട്ടിലേക്ക് എത്തും, അല്ലെങ്കിൽ ഒരു അഡൽട്ടോ അല്ലെങ്കിൽ ഒരു ഇമാഗോ എമർജ് ചെയ്യും എന്ന്. പിന്നെ മോൾട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല. അഡൽട്ടായിട്ട് അവർ ഫോം ചെയ്യും, അപ്റ്റെരിഗോട്ടോ അല്ലെങ്കിൽ നോൺ ഇൻസെക്ട് ഹെക്സാപോഡ് ഗ്രൂപ്പ്സ് ആയിട്ട് അവർ ഫോം ചെയ്യും. The periods between molts are also called stages or stadia. For example, first larval stage, second larval stage, etc. Although the term instar is commonly used to refer to this period as well as to form of the insect during the period. ഇനി ലാർവൽ ഡെവലപ്മെൻറ്റിൽ വലിയ ചേഞ്ചസും കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല. ഈച്ച് സക്സസീവ് സ്റ്റേജ് ബീയിങ് സിമിലർ ടു ദ വൺ പ്രിസീഡിങ് യൂണിറ്റ്. എൻ്റെ തൊട്ട് മുന്നത്തെ ഒരു സ്റ്റേജായിട്ട് അവർ കുറച്ച് സിമിലാരിറ്റി ഉണ്ടാകും. ബട്ട് ദ ഡിഗ്രി ഓഫ് ചേഞ്ച് ഫ്രം ലാസ്റ്റ് സ്റ്റേജ് ലാർവ ടു അഡൽറ്റ് വേരീസ് കൺസിഡറബിളി ആൻഡ് മേ ബി വെരി മാർക്കഡ്. അപ്പോൾ ഈ ഓരോ സ്റ്റേജിലും അത്ര വലിയ ചേഞ്ചസും കാര്യങ്ങളും ഉണ്ടാവില്ല. പക്ഷേ ലാസ്റ്റ് സ്റ്റേജിൽ നിന്ന് അഡൽട്ട് ആവണ ആ സ്റ്റേജിൽ കൺസിഡറബിൾ ആയിട്ടുള്ള ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഈ ഒരു ചേഞ്ചിനെ പറയുന്നതാണ് മെറ്റമോർഫോസിസ്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ എന്തുണ്ടാകും, ആ ഒരു ലാർവൽ ഫീച്ചേഴ്സിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അഡൽട്ട് ഫീച്ചേഴ്സിലേക്കുള്ള ആ ഒരു ചേഞ്ച് ആയിരിക്കും ഉണ്ടാകുക മെയിനായിട്ട്. ഇനി മെറ്റമോർഫോസിസ് മെയിനായിട്ട് നടക്കുക ജുവനൽ ഹോർമോണിൻ്റെ ലെവലിൽ ഉണ്ടാകുന്ന ആബ്സെൻസിലായിരിക്കും ഈ മെറ്റമോർഫോസിസ് നടക്കുക. അപ്പോൾ ഈ ജുവനൽ ഹോർമോൺ മെയിനായിട്ട് എന്തിനുണ്ടാകുന്നത്, ഡെവലപ്മെൻറ്റൽ പ്രോഗ്രസ്സിൽ ലാർവൽ സ്റ്റേജിൽ നിന്ന് മെയിനായിട്ട് അഡൽട്ടിലേക്ക് ഉണ്ടാവണ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ പ്രിവെൻറ്റ് ചെയ്യാനാണ് ജുവനൽ ഹോർമോൺ ഉണ്ടാകുക. അപ്പോൾ ഈ ജുവനൽ ഹോർമോൺ ആബ്സെൻ്റ് ആകുമ്പോൾ എന്തുണ്ടാകും, മെറ്റമോർഫോസിസ് നടക്കും. അപ്പോൾ ജുവനൽ ഹോർമോൺ എന്ന് പറയുന്ന ഒരു മോർഫോസ്റ്റാറ്റിക് ആയിട്ടുള്ള ഹോർമോണാണ്. മെറ്റമോർഫോസിസിനെ പ്രിവെൻറ്റ് ചെയ്യണ ഒരു ഹോർമോണാണ് ജുവനൽ ഹോർമോൺ. ഇനി ഇൻസെക്ട്സ് 3 കാറ്റഗറി ആയിട്ടാണ് ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത്. മെറ്റബോളസ്, ഹെമി മെറ്റബോളസ് ഓർ ഹോളോ മെറ്റബോളസ് അക്കോർഡിംഗ് ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് ദ ചേഞ്ച് അറ്റ് മെറ്റമോർഫോസിസ്. മെറ്റമോർഫോസിസിൻ്റെ ചേഞ്ചിലുണ്ടാകുന്ന ആ ഒരു എക്സ്റ്റെൻറ്റ് അനുസരിച്ച് ഇവർ 3 തരത്തിലാണ് കാറ്റഗറി ചെയ്തിരിക്കുന്നത്. മെറ്റബോളസ് ഇൻസെക്ട്സ് ഹാവ് നോ മെറ്റമോർഫോസിസ്, ദ അഡൽട്ട് ഫോം റിസൾട്ടിങ് ഫ്രം എ പ്രോഗ്രസീവ് ഇൻക്രീസ് ഇൻ സൈസ് ഓഫ് ദ ലാർവൽ ഫോം. അപ്പോൾ അഡൽട്ട് ഉണ്ടാകുക ആ ലാർവൽ ഫോമിന് ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ളൊരു സൈസിൽ വ്യത്യാസം വരുന്നു. മെറ്റമോർഫോസിസ് കാര്യങ്ങളൊന്നും അവിടെ നടക്കണില്ല. എക്സാമ്പിളാണ് അപ്റ്റെരിഗോട്ട ആൻഡ് ഹെക്സാപോഡ്സ്. ഈ ഹെമി മെറ്റബോൾസിൻ്റെ കേസിലാണെങ്കിൽ ഡയറക്റ്റ് ഡെവലപ്പിംഗ് ഇൻസെക്ട്സ് ആണ്. എക്സാമ്പിളാണ് ഓർത്തോപ്റ്റെറ, ഐസോപ്റ്റെറ, ഹെമിമെറ്റെറ. അതായത് ദ ലാർവ ഹാച്ചസ് ഇൻ എ ഫോം ദ ജനറലി റിസംസ് ദ അഡൽട്ട് എക്സെപ്റ്റ് ഫോർ ഇറ്റ് സ്മോൾ സൈസ് ആൻഡ് ലാക്ക് ഓഫ് വിങ്സ് ആൻഡ് ജെൻറ്റാലിയ. അപ്പോൾ അവർ ലാർവ എന്ത് ചെയ്യും, ആ അഡൽറ്റിനായിട്ട് റിസംബിൾ ചെയ്യും. അവരാരും സ്മോൾ സൈസ്, അതുപോലെ തന്നെ വിങ്സ്, ജെൻറ്റാലിയ ലാക്ക് ചെയ്യണ ആ ഒരു ഫീച്ചേഴ്സ് ഒഴിച്ചാൽ ബാക്കി അവർ ലാർവൽ ഫോമിനായിട്ട് റിസംബിൾ ചെയ്യുന്നുണ്ട്. ബട്ട് ഇൻ അഡീഷൻ യൂഷ്വലി വിത്ത് സം അതർ ഫീച്ചേഴ്സ് വിച്ച് ആർ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ദി ലാർവ ബട്ട് വിച്ച് ആർ നോട്ട് പ്രസൻറ്റ് ഇൻ ദ അഡൽറ്റ്. പക്ഷേ ചില ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ലാർവയിലത്തെ ക്യാരക്ടേഴ്സ് ആയിരിക്കും, പക്ഷേ അത് അഡൽറ്റിൽ കാണാൻ സാധിക്കാറില്ല. ഇനി ഹോളോ മെറ്റബോൾസ് ഇൻസെക്ട് എന്ന് വെച്ചാൽ സോഫ്റ്റ് ബോഡിഡ് ആയിട്ടുള്ള ലാർവ ആയിരിക്കും, പക്ഷേ അവർ അഡൽറ്റിൽ നിന്ന് ഭയങ്കരമായിട്ട് വ്യത്യാസം ഉണ്ടാകും. എ പ്യൂപ്പൽ സ്റ്റേജ് ഈസ് പ്രസൻറ്റ് ബിറ്റ്വീൻ ദ ലാസ്റ്റ് ലാർവൽ സ്റ്റേജ് ആൻഡ് ദ അഡൽറ്റ് സ്റ്റേജ്. ദ പ്യൂപ്പ ഈസ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഹോളോ മെറ്റബോളസ് ഡെവലപ്മെൻറ്റ് വിച്ച് occurs in all the Neuroptera, Trichoptera, Lepidoptera, Coleoptera, Hymenoptera, Diptera and Siphonophora. ഇനി കൺട്രോൾ ഓഫ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ലാർവൽ ഗ്രോത്ത് ക്യാരക്ടറൈസ് ചെയ്യുന്നത് ഓരോ പീരിയോഡിക് ആയിട്ടുള്ള ഓരോ മോൾട്ട് ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു മോൾട്ടിംഗ് സൈക്കിളിനോടനുബന്ധിച്ച് കുറച്ച് ഇൻറ്റേർണൽ ആയിട്ടുള്ള ചേഞ്ചസും സംഭവിക്കാറുണ്ട്. ഇനി ഈ മോൾട്ടിംഗ് ഇനിഷ്യേറ്റ് ചെയ്യുന്നത് എക്ഡിസ്റ്റിറോൺ മോൾട്ടിംഗ് ഹോർമോണും. ലാർവൽ മോഡ്സ് ദ എഫക്ട്സ് ഓഫ് ദിസ് ഹോർമോൺ ഈസ് മോഡുലേറ്റഡ് ബൈ juvenile hormone, so larval genes are activated and hence larval character is produced. There is increasing evidence that growth is also regulated by the insulin like hormones. So next one ആണ് പോളിഫീനിസം. നമുക്കെല്ലാവർക്കും അറിയാം പോളിമോർഫിസം എന്ന് പറഞ്ഞാൽ എന്താണ്. അതായത് ഒരു ഇൻസെക്ട്സിൻ്റെ അല്ലെങ്കിൽ ഒരു എനിമലിൻ്റെ
വേരിയേഷൻ, ബോഡി ഫോമിലുണ്ടാകുന്ന വേരിയേഷൻ അല്ലെങ്കിൽ ആ സ്പീഷീസിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന കളറിലുണ്ടാകുന്ന വേരിയേഷനൊക്കെയാണ് പോളിമോർഫിസം. അപ്പോൾ ഈ പോളിമോർഫിസം എന്ന് പറയുന്നത് ജനറ്റിക് ആയിട്ടുണ്ടാകുന്ന ആ ഒരു ഫിനോമിനയാണ്. പക്ഷേ ജനറ്റിക് കൂടാതെ തന്നെ എൻവയോൺമെൻറ്റൽ ഇൻഫ്ലുവൻസ് വഴി ആ ഒരു സ്പീഷീസിൽ കളർ മോഡിഫിക്കേഷൻ വരാം, അല്ലെങ്കിൽ അവരുടെ ഫിനോടൈപ്പിൽ വേരിയേഷൻ വരാം ഒക്കെ സംഭവിക്കും. അപ്പോൾ എൻവയോൺമെൻറ്റ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ഇവരുടെ ഫിനോടൈപ്പിൽ വേരിയേഷൻ ഉണ്ടാവണം ആ ഒരു ഫിനോമിനൻ പറയുന്നതാണ് പോളിഫീനിസം. ഇത് മെയിനായിട്ട് കാണുന്നത് സോഷ്യൽ ഇൻസെക്ട്സിൽ അതുപോലെ തന്നെ അഫിഡ്സിലാണ്. സോഷ്യൽ ഇൻസെക്ട്സ് എന്ന് പറയുമ്പോൾ അവർ ആ എൻവയോൺമെൻറ്റൽ നീഡ് അനുസരിച്ച് അവരിൽ എന്തുണ്ടാകണം, കാസ്റ്റ് ഫോർമേഷൻ നടക്കുകയാണ്. അതായത് ക്യൂണ്, വർക്കർ, സോൾജേഴ്സൊക്കെ പറഞ്ഞിട്ട് അവരിൽ തന്നെ ഡിവിഷൻ ഓഫ് ലേബർ നടക്കുകയാണ്. പക്ഷേ എഫിഡ്സിൻ്റെ കേസിലാണെങ്കിൽ സീസണൽ അനുസരിച്ചായിരിക്കും അവരിൽ ഉണ്ടാവുക. അതായത് മോസ്റ്റ് പ്രോബബ്ലി അവരിൽ വിങ്ലെസ് ആയിരിക്കും. പക്ഷേ അവർ ആ ഒരു സീസണൽ ഹോസ്റ്റ് അനുസരിച്ച് അവർ വിങ് ആയിട്ട് ഫോം ചെയ്യണം. അപ്പോൾ സോഷ്യൽ ഹൈമനോപ്റ്റയുടെ കേസിൽ ക്യൂൺ, വർക്കേഴ്സ് ഇവരൊക്കെ ഫീമെയിലാണ്. പിന്നെ കാസ്റ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത് എന്താണ്, അവരുടെ ലാർവൽ ലൈഫിലുണ്ടാകുന്ന ആ ഒരു എക്സ്പീരിയൻസ് അനുസരിച്ചായിരിക്കും കാസ്റ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇനി നിബിയുടെ കേസിലാണെങ്കിൽ ന്യൂലി ഹാച്ച്ഡ് ആയിട്ടുള്ള ഫീമെയിൽ ലാർവയ്ക്ക് ഐദർ ഫോമിലേക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. പിന്നെ അഫിഡ്സിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഡിഫറെൻറ്റ് ഫോംസ് ഉണ്ട്. സീസൺ അനുസരിച്ച് സമ്മർ ഫോംസ്, വിൻ്റർ ഫോംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വിങ്ങഡ് ആയിരിക്കാം, വിങ്ലെസ് ആയിരിക്കാം, അങ്ങനെ ആയിരിക്കും. ഇതാണ് പോളിഫീനിസം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ സെമ്മിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ബീറ്റിൽസിൻ്റെ കേസിൽ, അതുപോലെ തന്നെ ലോക്കസ്റ്റിൻ്റെ കേസിലൊക്കെ ഉണ്ടാകുന്ന ആ ഒരു എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ് അനുസരിച്ച് അതുപോലെ തന്നെ അവർ തിന്നണം, അതായത് ഫുഡ് അനുസരിച്ച്. ഇപ്പോൾ ഡങ് ബീറ്റിൽ കേസിലാണെങ്കിൽ ആ ലാർവൽ ഫോമിൽ അവർക്ക് കൺസ്യൂം ചെയ്ത ആ ഒരു ഫുഡ് അനുസരിച്ച് അവർ മെയിലാവുന്നത് ഫീമെയിലാവുന്നത് ഒക്കെ നമ്മൾ പഠിച്ചിരുന്നു. കഴിഞ്ഞ സെമ്മിൽ എൻറ്റമോളജിയിൽ പോളിഫീനിസം മെയിനായിട്ട് നമ്മൾ പഠിച്ചിരുന്നു. അടുത്തത് ലാസ്റ്റ് ടോപ്പിക്കാണ് ഡയാപ്പോസാണ്. നമുക്കറിയാം ഡയാപ്പോസ് എന്താണെന്ന്. ഡയാപ്പോസ് ഈസ് എ ഡിലേ ഇൻ ഡെവലപ്മെൻറ്റ് ഇവോൾവ് ഇൻ റെസ്പോൺസ് ടു റെഗുലർലി റിക്കറിംഗ് പീരീഡ്സ് ഓഫ് അഡ്വേഴ്സ് എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ്. എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ് അഡ്വേഴ്സ് ആകുമ്പോൾ, പ്രതികൂലമാകുമ്പോൾ എനിമൽസിലും ഇൻസെക്ട്സിലൊക്കെ ഉണ്ടാകുന്ന ഡെവലപ്മെൻറ്റ് ഡിലേനെ പറയുന്നതാണ് ഡയാപ്പോസ്. ഇറ്റ് ഈസ് നോട്ട് റെഫറബിൾ ടു ഇമ്മീഡിയറ്റ്ലി പ്രിവെയിലിംഗ് അഡ്വേഴ്സ് എൻവയോൺമെൻറ്റൽ കണ്ടീഷൻ ആൻഡ് ദിസ് ഡിഫേഴ്സ് ഫ്രം എ ഡിലേ പ്രൊഡ്യൂസ്ഡ് ബൈ കറൻറ്റ്ലി അഡ്വേഴ്സ് കണ്ടീഷൻസ് സച്ച് എസ് ലോ ടെമ്പറേച്ചറൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എനിമൽസ് ഡയാപ്പോസ് കണ്ടീഷനിലേക്ക് പോകും. അങ്ങനെ അവരുടെ ഡെവലപ്മെൻറ്റിൽ ഡിലേ സംഭവിക്കും. Diapause can occur in any stage of development from the early embryo to reproductive adult, and it can occur in any stage of development from the early embryo to reproductive adult, but in the majority of diaposing species only one stage exhibits diapause. അപ്പോൾ ഈ ഡയപ്പോസ് ഏതൊരു ഡെവലപ്മെൻറ്റ് ഏത് സ്റ്റേജിൽ വേണമെങ്കിൽ സംഭവിക്കാം. അതായത് ഏർലി എംബ്രിയോ തൊട്ടിട്ട് റിപ്രൊഡക്റ്റീവ് അഡൽറ്റ് വരെയുള്ള ആ സ്റ്റേജിൽ ഏത് സ്റ്റേജിലും ഈ ഡയപ്പോസ് സംഭവിക്കാം. പക്ഷേ ഒരു സ്പീഷീസിൽ ഒരു സ്റ്റേജിൽ മാത്രമാണ് ഈ ഡയപ്പോസ് സംഭവിക്കുള്ളൂ. പിന്നെ ഈ ഡയപ്പോസ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ the most reliable and consistent indicator of seasons is day length or photoperiod, and this is the most important of the stimuli initiating diapause. Other possible indicators are temperature, the state of the food, and the age of the parent. അപ്പോൾ ഈ ഡയപ്പോസ് ഉണ്ടാകുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ലെങ്ത്ത്, ഡേ ലെങ്ത്ത്, അതുപോലെ തന്നെ ഫോട്ടോ പീരീഡ്, അതുപോലെ തന്നെ ബാക്കിയുള്ള ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ, പിന്നെ ഫുഡിൻ്റെ സ്റ്റേറ്റ് ആൻഡ് ദ ഏജ് ഓഫ് ദി പാരൻറ്റ്. അപ്പോൾ അതിൻ്റെ മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് ടെമ്പറേച്ചറാണ്. അപ്പോൾ ടെമ്പറേച്ചർ റീജിയൻസിലൊക്കെ ഹൈ ടെമ്പറേച്ചർ ആണെങ്കിൽ ഈ ഡയപ്പോസ് ഉണ്ടാക്കുന്ന കണ്ടീഷൻസ് സപ്രസ് ചെയ്യും. അതുപോലെ തന്നെ ലോ ടെമ്പറേച്ചർ ആണെങ്കിൽ ഡയപ്പോസ് ഉണ്ടാക്കുന്ന ആ ഒരു സ്റ്റേജ് കൂട്ടും, ആ ഒരു ഫ്രീക്വൻസി കൂട്ടും. ഇനി പ്രിപ്പറേഷൻസ് ഫോർ ഡയപ്പോസ് എന്ന് പറഞ്ഞാൽ ഇൻസെക്ട്സ് ബിക്കം ഇൻആക്റ്റീവ് ഇൻ ഡയപ്പോസ്. ദർ ഇസ് യൂഷ്വലി ബിൽഡപ്പ് ഓഫ് റിസർവ് ഫുഡ് സബ്സ്റ്റൻസസ് പെർട്ടിക്കുലർലി ഇൻ ദ ഫാറ്റ് ബോഡി വിത്ത് കൺസിക്വൻറ്റ് റിഡക്ഷൻ ഇൻ ദ പ്രൊപ്പോർഷൻ ഓഫ് വാട്ടർ ഇൻ ദ ബോഡി. അപ്പോൾ ഇൻസെക്ട്സ് സാധാരണ ഡയപ്പോസ് സമയത്ത് അവർ ഇൻആക്റ്റീവ് ആവും. അതുപോലെ തന്നെ അവർ സ്റ്റോർ ചെയ്തിട്ടുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർ യൂസ് ചെയ്യുക. പിന്നെ ഫാറ്റ് ബോഡി ആയിട്ടായിരിക്കും ഫുഡ് റിസർവ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ വാട്ടറിൻ്റെ യൂസേജിലും റിഡക്ഷൻ സംഭവിക്കും. എക്സെപ്റ്റ് ഇൻ ദ അഡൽട്ട്, എ ഡിലേ ഇൻ മോർഫോജെൻസിസ് ഇസ് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഡയപ്പോസ്, ബട്ട് ഓൾ ദ മോർഫോജെൻസിസ് ഈസ് അറ്റ് എ സ്റ്റാൻഡ് സ്റ്റിൽ, ഫിസിയോളജിക്കൽ ചേഞ്ചസ് ടു ഒക്കർ. ദിസ് ഫിസിയോളജിക്കൽ ഡെവലപ്മെൻറ്റ് ഈസ് റെഫേർഡ് ടു ആസ് ഡയാപ്പോസ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ സാധാരണയുള്ള മോർഫോളജിക്കലായിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ അവിടെ സ്റ്റോപ്പ് ആവും. അതുപോലെ തന്നെ അവരെ അത് സ്റ്റില്ലായിട്ട് നിൽക്കും, പക്ഷേ ഒരു ഫിസിയോളജിക്കൽ ചേഞ്ചസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫിസിയോളജിക്കൽ ഡെവലപ്മെൻറ്റ് പറയുന്നതാണ് ഡയാപ്പോസ് ഡെവലപ്മെൻറ്റ്. ഇനി ഡയാപ്പോസ് കൺട്രോളാണ്. Diapause in the larva and pupa and probably also in light embryonic stages results from a deficiency of ecdysone, so that growth and molting do not occur. അപ്പോൾ ഡയപ്പോസ് ഉണ്ടാവുന്ന അടുത്തൊരു ഫാക്ടർ എന്ന് പറയുമ്പോൾ ആ ഒരു എക്ഡിസോൺ ആയിട്ടുള്ള ഹോർമോൺ, അത് ഗ്രോത്ത് ഹോർമോണാണ്, അതവിടെ സ്റ്റോപ്പ് ആവും. അങ്ങനെ അവിടെ ഗ്രോത്തും മോൾട്ടിങ്ങും നടക്കില്ല. The release of ecdysteroids is normally triggered by prothoracicotropic hormone, and the lack of this hormone is ultimately responsible for the insect's failure to continue development. And adult diapause is linked to the absence of juvenile hormone, which is usually involved with vitellogenin synthesis or uptake, and in males with the development of reproductive behavior. അപ്പോൾ ഡയപ്പോസിൻ്റെ അവിടെ കൺട്രോൾസ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ടെമ്പറേച്ചർ കാര്യങ്ങളൊക്കെ ഒരു ഫാക്ടേഴ്സാണ്, ഫുഡ് അതൊക്കെ ഫാക്ടേഴ്സാണ്. അത് കൂടാതെ തന്നെ ഹോർമോൺസ് ഇതിലൊരു മേജർ റോൾ വഹിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് എക്ഡിസോൺ ഡെഫിഷ്യൻസി സംഭവിക്കും.
അതുപോലെ തന്നെ എക്ഡിസ്റ്റിറോയിഡ്സിൻ്റെ ഡെഫിഷ്യൻസി ലാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ അതുപോലെ ആബ്സെൻസ് ഓഫ് ജുവനൈൽ ഹോർമോൺ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. സോ ദാറ്റ്സ് ഓൾ മൈ ടോപ്പിക്. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. താങ്ക് യു.